വിദ്യാർത്ഥികളിൽ അച്ചടക്കം വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ ചില നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെയുണ്ട്. ആൺകുട്ടികളാണെങ്കിൽ മുടി നീട്ടി വളർത്തരുതെന്നും തലയിൽ വരയും കുറിയും ഒന്നും പാടില്ലെന്നും പണ്ട് മുതലേ നിർദ്ദേശമുള്ളതാണ്. എന്നാൽ പത്തനംതിട്ട അടൂരിലെ ഒരു സ്കൂളിൽ ആദ്യ ദിവസം 9ാം ക്ലാസ്സുകാരനെ ക്ലാസ്സിൽ കയറ്റാതെ മണിക്കൂറുകളോളം പുറത്തു നിർത്തിയത് മുടി ശരിയായ രീതിയിൽ വെട്ടിയില്ലെന്ന് പറഞ്ഞാണ്. പിന്നാലെ സ്കൂൾ അധികൃതർ കുട്ടിയുടെ പിതാവിനെ വിളിച്ചു വരുത്തി. മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അവഹേളനം നേരിട്ടതോടെ 9ാം ക്ലാസ്സുകാരൻ്റെ മനസ്സ് കുറച്ച് വേദനിച്ചു. അവൻ്റെ അച്ഛനും അത് വല്ലാത്ത വിഷമമായി. സംഭവം വിവാദമായതോടെ തെറ്റുപറ്റിയെന്നും ഇനി ആവർത്തിക്കില്ലെന്നും പറഞ്ഞ് സ്കൂൾ അധികൃതർ ഉറപ്പ് നൽകിയതോടെ രക്ഷിതാവ് പരാതി പിൻവലിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ കയറ്റിയില്ല, ക്ലാസ്സിനകത്ത് കയറ്റിയില്ല, ഞങ്ങളെ ഒന്നിനും പരിപാടിക്കും കൊണ്ടുപോയില്ല. പിന്നെ ലാസ്റ്റ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പം ഫാദർ എല്ലാവരെയും അകത്ത് കയറ്റിയിട്ട് പറഞ്ഞു ഇങ്ങനെ ഇനി മേലെ ചെയ്യരുത് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് എല്ലാവരുടെ കയ്യിലും ഒപ്പും പേരും ഒക്കെ എഴുതിയെടുത്തിട്ട് ലാസ്റ്റ് തീരാറായപ്പോഴത്തേക്ക് ക്ലാസ് വിട്ടു. 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് പ്രവേശനോത്സവ ദിനത്തിൽ ദുരനുഭവം നേരിട്ടത്. സ്കൂളിന്റെ അച്ചടക്കത്തിന് വിരുദ്ധമായി മുടി വെട്ടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാവിലെ ക്ലാസ്സിൽ കയറുന്നതിൽ നിന്നും വിദ്യാർത്ഥിയെ വിലക്കിയത്. അധ്യാപകർ രക്ഷിതാവിനെ വിളിച്ച് ഉടൻ സ്കൂളിലെത്തണമെന്ന് ആവശ്യപ്പെട്ടു. സ്കൂളിന്റെ അച്ചടക്കത്തിന് അനുയോജ്യമായ രീതിയിൽ അടുത്ത ദിവസം മുടി വെട്ടാമെന്നറിയിച്ച് പിതാവ് മടങ്ങി. എന്നാൽ അതിനുശേഷവും വിദ്യാർത്ഥിയെ മണിക്കൂറുകളോളം ക്ലാസ്സിന് പുറത്തു തന്നെ നിർത്തിയെന്നാണ് പരാതി. രാവിലെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിട്ടു. ഇന്നലെ അവൻ്റെ മുടിയൊക്കെ ഞാൻ കൊണ്ടുപോയി വെട്ടിച്ചു. രാവിലെ പുതിയ എടുപ്പെടുത്തൊക്കെ സന്തോഷമായിട്ട് സ്കൂളിൽ വന്നതാണ്. കയറി പോയപ്പോൾ തന്നെ 2 സാറുമാർ അവിടെ നിന്നിട്ട് അവൻ്റെ മുടിയിലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാനങ്ങ് ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ റജി എന്ന് പറയുന്ന സാറ് വിളിച്ചു. അത്യാവശ്യമായിട്ട് ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ എന്താണെന്ന് ചോദിച്ചപ്പോൾ മുടി വെട്ടിയത് ശരിയായില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ജോലി സ്ഥലത്ത് അങ്ങ് വന്നു പോയി, ഞാൻ അവനെ പിന്നെ വൈകിട്ട് കൊണ്ടുവന്ന് മുടി ഇച്ചിരൂടെ വേണേൽ വൃത്തിയായിട്ട് വെട്ടിക്കോളാം, എന്നെ വരുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേന് പ്രിൻസിപ്പാളിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി വിളിച്ചില്ല. ഞാൻ പുള്ളിയെ പിന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഇയാൾ വന്നാലേ കുഞ്ഞിനെ ക്ലാസ്സിൽ കയറ്റത്തുള്ളൂ. സംഭവം വിവാദമായതോടെ KSU പ്രവർത്തകർ പ്രതിഷേധവുമായി സ്കൂളിലെത്തി. ആദ്യഘട്ടത്തിൽ വിശദീകരണം നൽകാതെ സ്കൂൾ അധികൃതർ ഒഴിഞ്ഞുമാറി. പിന്നീട് പോലീസ് ഇടപെട്ട് നടത്തിയ ചർച്ചയിലാണ് പ്രശ്നപരിഹാരമായത്. സ്കൂളിന്റെ അച്ചടക്ക നടപടിയുടെ ഭാഗമായുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നും മോശമായി അധ്യാപകരോ മറ്റാരും പെരുമാറിയിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ വിശദീകരിച്ചു. നമ്മുടെ സ്കൂളിന്റെ ഡിസിപ്ലിന്റെ ഭാഗമാണ് കുട്ടികളെ കൂടി രാവിലെ സ്പോർട്സിന്റെ ടീച്ചേഴ്സാണ് ഇത് നോക്കുന്നത്. ലൈനായിട്ട് വരുമ്പോൾ സ്പോർട്സ് ടീച്ചേഴ്സ് അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഓഫീസിനോടെ കൊണ്ടുപോയി പേരൻസിനെ അറിയിക്കും. കാരണം കൊച്ചുകുട്ടികളായതുകൊണ്ട് പേരൻസിനെ അറിയിക്കും. കാരണം ഇത് അൺഎയ്ഡഡ് സ്കൂളാണ്, അതിന്റെ ഒരു ഡിസിപ്ലിന്റെ ഭാഗമാണ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ കുട്ടികളെ ഒന്നുകൂടെ വാൺ ചെയ്ത് ഇവരെ ക്ലാസ് വിട്ടു. ഇപ്പൊ ഈ കുട്ടിയുടെ കാര്യത്തിൽ അവർക്കൊരു വിഷമം ഉണ്ടായി എന്ന് തോന്നുന്നു. കാരണം അത് നമ്മൾ പറഞ്ഞു സംസാരിച്ച് പുള്ളിക്ക് ബോധ്യമായി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും പോലീസിനും പരാതി നൽകാനായിരുന്നു രക്ഷിതാവിന്റെ ആദ്യ തീരുമാനം. എന്നാൽ സ്കൂൾ അധികൃതർ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചോടെയാണ് പരാതിയിൽ നിന്നും പിന്നീട് പിൻവാങ്ങിയത്. ഈ മുടിയുടെ പേരിലുള്ള വിഷയങ്ങൾ ഇനി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ പരാതി പിൻവലിക്കാനാണ് തീരുമാനം. ഇല്ല, അത് പിന്നെ അവന്റെ മുടി വെട്ടുന്നതായിട്ട് സംബന്ധിച്ച് മുടി വെട്ടിയത് ശരിയായില്ലെന്നുള്ള ഒരു ഇവിടുത്തെ രീതി അനുസരിച്ച് വെട്ടിയില്ല എന്നുള്ള ഒരു പരാതിയായിരുന്നു. തെറ്റായി പോയി സമ്മതിച്ചു. ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്നൊരു ഉറപ്പാണ്. ന്യൂസ് 18 പത്തനംതിട്ട.